ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഖത്തറിലെ ലുസൈൽ മറീനയിലാണ്. ഖത്തറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. ഈവനിങ്ങിലൊക്കെ ഇവിടെ പൊളി വൈബാണ്. ഫുഡായിട്ടും വാക്കിംഗ് ആയിട്ടും അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സെല്ലാവരും പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും കൂടി സജഷൻ വെച്ചത് അവസാനം ലുസൈലിലാണ് എത്തിയത്. അങ്ങനെ നമ്മൾ ലുസൈലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദോഹ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലുസൈൽ ദോഹ ഹൈവേയിൽ വന്നിട്ട് ലുസൈൽ മറീന എന്നുള്ള ബോർഡ് ഉണ്ടാവും റൈറ്റിക്ക്. നമ്മൾ പേൾ ഖത്തറിലുള്ള വഴിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ നേരെ മറീനയ്ക്ക് വെച്ച് പിടിച്ചു. നേരെ കാണുന്നത് ആ മുന്നിൽ കാണുന്ന ലൈറ്റൊക്കെ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളെ വെൻ്റമാൾ. ഒരു അടിപൊളി വലിയ മാളാണ് ഖത്തറിലുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ ഹൈവേയിൽ വെച്ച് പിടിച്ച് നമ്മൾ ലുസൈൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ബിൽഡിങ്ങൊക്കെ ലൈറ്റപ്പൊക്കെ ചെയ്ത് ഭയങ്കര കളറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പ്രത്യേകത ഇതാണ്. എല്ലാവിധ LED വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിമൊക്കെ ആഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഒന്നും പറയാത്ത രീതിയിൽ ഫുള്ളി വൈബായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിലൊക്കെ ഓടുന്ന വണ്ടികൾ, ലക്ഷറി വണ്ടികളുടെ ഷെയറാണ് ഇവിടെ. എല്ലാ ആൾക്കാരായിട്ടും ലക്ഷറി വണ്ടികളാണ്. പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ പുറത്തിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങാനായിട്ടും എൻജോയ് ചെയ്യാനും വേണ്ടി മാത്രം ഇറങ്ങുന്ന. നമ്മളപ്പുറത്തുള്ള വണ്ടികളൊക്കെ നല്ല സ്പീഡിലും നല്ല അടിപൊളി പാട്ടും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല വൈബടിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ റൈറ്റ് എടുക്കേണ്ടതിന് നമ്മൾ നേരെ പോയി. അതിന് അടുത്ത കഴിഞ്ഞ് റൂട്ടൺ അടിച്ചിട്ട് പിന്നെ വന്ന് റൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് ഓടാൻ കിട്ടി. അവിടെ ഈ ഒരു ബിൽഡിങ്ങിലൊക്കെ വിഷയിൽ നമ്മൾ വീണ്ടും എടുക്കുന്നത്. അങ്ങനത്തെ നമ്മൾ അടുത്ത സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ലുസൈലിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവിടെയൊക്കെ തോന്നുന്ന മാതിരി സിഗ്നൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് താങ്ങാൻ പറ്റാത്തത്ര ഫൈൻ വരും. നമ്മളിത് ജസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ സിഗ്നൽ ഓഫ് ആവാണ്. നമ്മൾ സ്പീഡിലെടുത്ത് പോകാൻ നിന്നില്ല. കാരണം നല്ല ഫൈൻ വരും എന്നുള്ള കാര്യത്തിൽ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യില്ല. കറക്റ്റ് എല്ലാവരും അതൊക്കെ പാലിച്ചിട്ടേ പോകുള്ളൂ. ഈ ഒരു ഏരിയയിലൊക്കെ വണ്ടി ഓടിക്കുക. ഈ ഒരു ഏരിയ എന്നല്ല, ഖത്തറിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ചില ഏരിയയിലൊക്കെ സിഗ്നൽ നമുക്ക് പരിചയമുള്ള ഏരിയയിൽ ക്യാമറ ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷേ എന്നാലും പെട്ടെന്ന് എപ്പോഴാണ് കുടുങ്ങാന്ന് പറഞ്ഞാൽ കുടുങ്ങിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫൈൻ വരും. അങ്ങനെ നമ്മൾ ലുസൈൽ മറീനയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, കാരണം റഷുള്ള ടൈമൊന്നും ഇല്ലല്ലോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഖത്തർ 2025 ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് ചൂടായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ്. എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റിലും ബാസിലും എല്ലായിടത്തും അത്യാവശ്യം ആളുണ്ട്. പക്ഷേ പുറത്തൊന്നും അങ്ങനെ ആൾക്കാരെ കാണാനില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട്. ചൂടുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ആയിക്കോട്ടെ, കുട്ടികൾക്കുള്ളൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട്, അതൊക്കെ ക്ലോസ് ചെയ്തിക്കണം. അതിൻ്റെ എന്തൊഴിഞ്ഞാലാണ് കറങ്ങാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ചൂട് അല്ലേ, അതുകൊണ്ട് ഈവനിങ് സമയത്തൊന്നും അങ്ങനെ ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ വരും. കാരണം നമുക്ക് ഫുഡ് കഴിക്കാനല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡ് സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആദ്യം എവിടുന്ന ഫുഡ് കഴിക്കേണ്ടതെന്നുള്ള തീരുമാനത്തിനുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ ഫുഡ് സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് നമ്മളിത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. നമ്മൾ വലിയ റെസ്റ്റോറൻറ്റ്സിലൊന്നും കയറുന്നില്ല. ചെറിയ ക്യാമറമാനിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി ചെറിയ ക്യാബിൻസ് ഉണ്ട് ഇവിടെ. അതിലൊക്കെയാണ് നമ്മൾ കയറുന്നത്. പക്ഷേ ഡിഷസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ക്യാരവനാണെന്ന് വിചാരിക്കേണ്ട, എല്ലാ രീതിയിലുള്ള ഫുഡ് ഇവിടെ സെറ്റാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ക്യാരവനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡൈനിങ്ങിൻ്റെ ആ ഒരു സൈഡിലാണ് ഭയങ്കര വ്യൂ. കാരണം ഈ ഒരു ആംബിയൻസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഫീലാണ്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് എക്സ്പെൻസാണ്. കാരണം ഇവിടുത്തെ തറവാടൊക്കെ നമ്മുടെ സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് ഇവിടെ റെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ലക്ഷറി ഏരിയ ആയതുകൊണ്ടും അത്യാവശ്യം ഇതിനാണ്. എന്തായാലും നമ്മൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. എല്ലാതും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് സെറ്റപ്പായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബീച്ചും ഒരുപാട് മറ്റേ കായൽത്തീരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഇതുപോലുള്ള കാണാൻ പറ്റില്ല. ഒന്നാമത് വൃത്തിയില്ലാത്തതും, രണ്ടാമത് നമ്മൾ ഗവൺമെൻറ്റിന് ഇതൊന്നും ഇപ്പോഴും ജയിച്ചിട്ടില്ല. അതുപോലെയാണ് 2 ദിവസം ഓപ്പണാക്കിയ 3-ാമത്തെ ദിവസം ഗവൺമെൻറ് ഒന്ന് പൂട്ടിക്കും. അതൊക്കെയാണ് അവസ്ഥ. എന്തായാലും ഇവിടെയൊക്കെ ഇതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ലൈസൻസ് കൊടുക്കും. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരെന്നെ ചെയ്തു കൊടുക്കും. കാരണം ഇവരൊക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലുള്ള ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അടിപൊളി. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നൈറ്റിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ നൈറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര മോശമായിട്ട് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. നൈറ്റ് പുറത്തിറക്കാൻ പാടില്ലാത്തൊരു അവസ്ഥയൊക്കെയാണ്. പക്ഷേ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തിരിച്ചറിവ് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാരവാൻ്റെ ഒക്കെ അപ്പുറത്തെ സൈഡിൽ വന്നു. അതായത് ഫുഡ് കഴിക്കുന്ന ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ ഈ ഒരു വ്യൂ ഒന്ന് നോക്ക്. ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഒരു ഫീൽ എന്തായിരിക്കും ആംബിയൻസിലെ.
എന്താണ് ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി. ലുസൈൽ സിറ്റി വെള്ളത്തിൽ ഇറങ്ങി വന്ന പോലെ ഉണ്ട്. ആ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും ഈവനിങ്ങിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ ഫുഡ് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്. പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നല്ല അടിപൊളി വാക്കുവേയും കാര്യങ്ങളും സെറ്റൊക്കെ ഉണ്ട്. വാക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസുകളുണ്ട് ഇവിടെ. നമ്മളെന്തായാലും അതിൻ്റെ അരുവ് കൂടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സിനെ അവിടെ ആക്കിയിട്ടുണ്ടാകും. നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ വന്ന്. ചൂട് സമയമായതുകൊണ്ട് തന്നെ വല്ലാതെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഒരുവിധം ആൾക്കാരൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ്, അതുകൊണ്ട് തന്നെ പുറത്തൊന്നും ഇങ്ങനെ ആൾക്കാരെ കാണില്ല. പക്ഷേ നല്ലൊരു വിൻ്റർ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വാക്കിങ്ങിനും മറ്റുള്ള എക്സസൈസിനും അതുപോലെ സൈക്ലിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ടാവും. റെസ്റ്റോറൻറ്റിലൊക്കെ ആൾക്കാരായി തുടങ്ങുന്നുള്ളൂ. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരിവിടെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ മറ്റേ ക്യാബിൻ്റെയും ഓരോ രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ സംഭവം കിട്ടുവാണ് ഒക്കെ ഒരേ നിലയിൽ ലെവലിൽ. നമ്മുടെ നാട്ടിലാണ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കാം, എവിടേക്കാണ് എങ്ങനെയൊക്കെ കിടക്കുകയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാത്തതും പിന്നെ അതുപോലെ അവിടുത്തെ ആൾക്കാരൊന്നും സെറ്റപ്പായിട്ട് നോക്കായിട്ടുമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം വിജയിക്കാത്തത്. ഒന്നോ രണ്ടോ ആൾക്കാർ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും പിന്നെ ബാക്കിയുള്ളവർ അതിനെ വലിച്ച് താഴെടാനേ നോക്കുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു വൈബ് അതൊരു അടിപൊളി തന്നെയാണ് കേട്ടോ. ഫ്രണ്ട്സ് ഫുഡൊക്കെ ഓർഡറാക്കിയിട്ടുണ്ട്. അത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിതിൻ്റെ പക്കത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഈ ഒരു സമയത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട് എടുക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഈ ഒരു സമയമായതുകൊണ്ട്, ചൂട് സമയമായതുകൊണ്ട് അത്ര വലിയ ഫീലില്ല എന്നുണ്ടെങ്കിലും പക്ഷേ വിൻ്റർ സമയങ്ങളിലൊക്കെ സെറ്റപ്പാണ്. അത്യാവശ്യം നല്ല പാർക്കും വാക്ക്വേയും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ തീരത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു കടലുള്ളിലോട്ട് കയറി നിൽക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിന് വലിയ ഇളക്കമൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ ഏരിയയിൽ കടൽ തൂർത്തിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കണം. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഖത്തറിലുള്ള ഒരു മസ്റ്റായിട്ട് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വരാൻ പറ്റിയൊരു ഏരിയയാണ്. എന്തായാലും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അതും ഒരു വൈബാണ്. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റക്കായാലും ആൾക്കാർ വേണമെന്നൊന്നുമില്ല, ഒറ്റക്കായാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ്. അങ്ങനെ നടന്ന് നമ്മൾ വാക്ക്വേയിലെത്തി. ഇനി നമ്മൾ കുറച്ച് നേരം വാക്ക്വേ കൂടെ നടക്കാം. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ വെൻ്റെ മാള്, ആ മാളാണ് ആ കാണുന്നത്, ദൂരത്തെ ലൈറ്റപ്പ് ചെയ്തിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു റൗണ്ടിലിങ്ങനെ കടലിൻ്റെ തീരത്ത് കൂടെ ഇങ്ങനെ റൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കാണും. അതുകൊണ്ടാണ് നമ്മൾ വന്ന വഴി പിന്നെ അങ്ങോട്ട് തന്നെ പോകാൻ പറ്റുന്നത് നമുക്ക്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇതിൻ്റെ വാക്കുകളിൽ കൂടെ ഇങ്ങനെ നടന്നു. കുറേ ചുറ്റുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ലൈറ്റപ്പ് ചെയ്ത് വീണ്ടും ഞാൻ എടുത്തു പറയാം. ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ. പിന്നെ വെണ്ണമാളിൻ്റെ ഒരു റിഫ്ലക്ഷൻ നോക്കാം ആ ഒരു വെള്ളത്തിൽ. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയും പോയി അവിടെ കുറച്ച് ആൾക്കാരും ക്രൗഡൊക്കെ വേണം, എന്നാലും നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. ഇവിടെ ഈ ചൂട് കാലമായതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ കുറവ്. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് കപ്പിൾസും കാര്യങ്ങളൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ കൂടെ തെണ്ടി തിരിഞ്ഞപ്പോൾ നമുക്ക് ഫോൺ വന്നു, ഫുഡ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ അവരുടെ അടുത്ത് പോയി. അങ്ങനെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു. നമ്മൾ വന്നപ്പോൾ ഇതിന് കുറച്ച് വണ്ടികളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ എവിടെയൊക്കെ പോയി നമ്മൾ കണ്ടില്ല. അതായത് നമ്മുടെ വണ്ടി എവിടെ ഇട്ടെന്നൊന്ന് ചെറിയ കൺഫ്യൂഷനായിട്ട് തിരഞ്ഞു നോക്കണം. അത് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയി ഇനി നമ്മൾ വണ്ടി കയറി നമ്മൾ റൂമിലോട്ട് യാത്ര തിരിക്കുകയാണ്.